എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു കണ്ണൂരിൽ. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോൻ്റെ ഭാര്യയാണ് അതിൻ്റെ ഇത് കളിക്കൂട്ടോ. അങ്ങനെ അവര് ഒരു ഇന്റർവ്യൂ വെച്ചു. ഞാൻ എങ്ങനെയാന്ന് ഒറ്റക്ക് 10-20 വർഷം മക്കളെ പോയിട്ട് ഒറ്റക്ക്. ഹസ്ബൻഡ് മരിച്ചു പോയതല്ലേ. ഞാൻ ഹസ്ബൻഡ് ചെറുപ്പത്തിൽ മരിച്ചു. അവര് കല്യാണം കഴിഞ്ഞൊരു 10-17 വർഷം ഉണ്ടായിരുന്നു. പിന്നെ അവർ മരിച്ചു ചെറിയ വയസ്സിലാണ്, 44 വയസ്സിൽ മരിച്ചു. അപ്പൊ ഞാൻ 40. അപ്പൊ അത് മുതൽ ഞാൻ ഇങ്ങനെ സ്ട്രഗ്ലിങ് ആയിരുന്നു. വിധവയല്ലേ, അതുകൊണ്ട് ആൾക്കാർ മോശം കണ്ണിലോട്ടിയെ കാണും. അപ്പൊ ആ സ്ട്രഗിളിങ് പക്ഷെ മക്കളെ ഒന്നും അറിയിച്ചിട്ടില്ല. ലോണ് കിട്ടും. 4 വർഷം എനിക്ക് ജോലി ഉണ്ടായിട്ടില്ല ഭർത്താവ് മരിച്ചിട്ട്. ആ 4 വർഷം ഞാൻ LIC ഏജൻസികളുടെ അടുത്ത് അങ്ങനെ നിൽക്കുമ്പോൾ 4ാമത്തെ വർഷം പൊളിറ്റിക്കൽ ഇഷ്യൂ ഉണ്ടായി. എൻ്റെ ഹസ്ബൻഡ് കോൺഗ്രസ്സായിരുന്നു. അപ്പം കെൽട്രോണിലെ CIT-ക്കാർ മാക്സിമം ഇല്ലാണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം നേരെ തിരുവനന്തപുരത്ത് പോയി മന്ത്രിയോട് എൻ്റെ കഷ്ടപ്പാടെല്ലാം പറഞ്ഞാലും മന്ത്രി പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ നിൽക്കുമ്പോൾ ഓർഡർ കിട്ടും. ഞാൻ അതുപോലെ വീട്ടിലെത്തിയൊരു ഓർഡർ കിട്ടി. അപ്പം ഇവർ CPIൻ്റെ ആൾക്കാർ പറഞ്ഞ് നമ്മളാക്കി തന്നെ. സത്യം എനിക്കറിയും. പിന്നെ അങ്ങനെ ജോലിയിൽ കയറി. പിന്നെ ഞാൻ എന്ത് ചെയ്ത്, ഇവർ പേടിപ്പിക്കും, നമ്മളെ യൂണിയനിൽ തന്നെ ചേരണം എന്ന് പറഞ്ഞിട്ട് CIT-യിൽ ചേർന്നു. ഉപദ്രവമില്ലാണ്ട് അങ്ങനെ പോയി. പിന്നെ റിട്ടയറായി. അപ്പോഴേക്ക് മക്കളെയെല്ലാം ഞാൻ പഠിപ്പിച്ചു, ഒരു കര പഠിപ്പിച്ചു. MBBS കിട്ടിയ മോൾക്ക് മറ്റോടെ BTech കഴിഞ്ഞ് ബാങ്കിൽ ജോലി കിട്ടി. സ്വസ്ഥം. അതിൻ്റെ ഇടയ്ക്ക് രാത്രിയെല്ലാം കുട്ടികളെയും കൂട്ടിയിട്ട് ഇങ്ങനെ എൻട്രൻസ് എക്സാം ഉണ്ടാവും. അന്നേരം കുട്ടികളെയും കൂട്ടി ഒറ്റക്ക പോവുക. വേറെ ആരും സഹായിക്കാനില്ല. കുടുംബക്കാരെല്ലാം അകന്നു പോയി. ഞാനും മക്കളും അവർക്കൊരു ഭാരമാവും വിചാരിച്ചിട്ട് അങ്ങനെ മക്കളെയും കൂട്ടിയിട്ടുള്ള രാത്രി റെയിൽവേ സ്റ്റേഷനിലെല്ലാം പോകാൻ പേടിയായിരുന്നു. അങ്ങനെ ഞാൻ ഒരു കാറ് വാങ്ങി, ലോൺ എടുത്തൊരു കാറ് വാങ്ങി രാത്രിയൊക്കെ എല്ലാം പോവും. എന്നിട്ട് മക്കളെ എക്സാം എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് കാറ് ഇവിടെ വെക്കും റെയിൽവേ സ്റ്റേഷനിൽ. രാത്രി 1 മണിക്ക് എത്തുന്നുണ്ടെങ്കിലും കാർ ഓടിച്ചിട്ട് വീട്ടിൽ വരും. അങ്ങനെ അപ്പം മെല്ലെ എല്ലാവരും പുച്ഛിച്ചതാ, ആരും ഇല്ലല്ലോ അവളെങ്ങനെ മക്കളെ പോറ്റൊന്നും. അങ്ങനെ കാറ് വാങ്ങി ജീവിതത്തിൽ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി എല്ലാം എനിക്ക് ഫേവറായിട്ട് വന്നു. മോൾക്ക് ഓൾ ഇന്ത്യ റാങ്കിൽ 306 റാങ്ക് വന്നു MBBS. മറ്റവൾക്ക് പിന്നെ കോച്ചിങ്ങിൻ്റെ ആവശ്യമില്ല, ഭയങ്കര ബുദ്ധിയുള്ള കുട്ടിയാണ്. അവൾക്ക് BTech കിട്ടി, നല്ല സെറ്റിലായി. കെൽട്രോണിൽ റിട്ടയർ ആവുമ്പോൾ മക്കൾ 2 സെറ്റിലായി. അപ്പം അതിന് ശേഷമാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയത്. എഡിറ്റിങ് പഠിച്ച് യൂട്യൂബ് തുടങ്ങി. അപ്പം അങ്ങനെ പോകുന്നു. അപ്പം മക്കൾ 2 നോക്കുന്നുണ്ട്. വീട് കിട്ടിയിട്ടാണ് പഠിപ്പിച്ചത്. ഇപ്പോൾ വീടില്ല, കുഴപ്പമില്ല, അവർ നല്ല സ്റ്റേജിലല്ലേ. പിന്നെ ഞാൻ പറഞ്ഞു, മക്കൾ പറഞ്ഞു വീട് വെച്ചാൽ. ഞാൻ പറഞ്ഞു വേണ്ട, അതുവരെ ഞാൻ വാടകയ്ക്കെല്ലാം നിന്നോളൂ. ഇനി അധികം ആലുമില്ല, അറ്റക്കെല്ലാം കഴിഞ്ഞതല്ലേ, എപ്പാ പോകുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല, അതല്ലേ. ടൂറെല്ലാം മറ്റേ ഇതില്ലേ, നിങ്ങളിപ്പോ വെറുതെ പൈസ ഉള്ള പൈസ മുതലിറക്കിയിട്ട് ഭയങ്കര പാടി. പണ്ടത്തെ കാലം പോലെയല്ലേ ഇപ്പം ഭയങ്കര പ്രയാസമാണ്. ഇതിനെക്കാട്ടും ബെസ്റ്റ് വാടകയും കിട്ടുന്നില്ല, നിങ്ങൾക്ക് ചെലവിനും കിട്ടുന്നില്ലല്ലോ. പിന്നെ ഇങ്ങനെ സാധനം പഠിക്കാനും പോയി ദിവസം സത്യത്തിലില്ലേ, ഇപ്പൊ ജീവിച്ച് എന്റെ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തിയായി. ഇപ്പൊ ജീവിതം ഇനി വേണ്ട, മതിയായി. ഉത്തരവാദിത്വമൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് വീട്ടിലേക്കുള്ള സാധനം മേടിക്കാൻ ടൗണിൽ പോവുക, അങ്ങനെ സമയം രാവിലെ ഇറങ്ങും അല്ലേ? രാവിലെ എണീച്ച് രാവിലെ യൂട്യൂബിൽ വീഡിയോസ് എല്ലാം ഇട്ട് രാവിലെ നടക്കാനും പോയി അങ്ങനെ ആക്കി കഴിഞ്ഞാൽ സമയം കുറേ പോവാ. പിന്നെ വീട്ടിലെ പണിയെല്ലാം എടുക്കുമ്പോൾ ഉച്ചയാകുമ്പോൾ ഇപ്പല്ല ദിവസങ്ങൾ വീടിന്റെ അടുത്ത് നമ്മളിപ്പോ മുതലിറക്കി എന്നിട്ട് വലിയ കഴിയുന്നില്ല.